പ്രോഗ്രസിൻ്റെ കോഡ് OQQSNPFHQSDFRTRT ആയാൽ കൈറ്റിൻ്റെ കോഡ് എന്ത്? അപ്പോൾ പ്രോഗ്രസ് എന്ന വാക്കിന് ഒരു വലിയ കോഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതേ ക്രമത്തിൽ കൈറ്റിൻ്റെ കോഡ് എന്തെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു കോഡായതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാല എന്ന് എഴുതുന്നത് സൗകര്യപ്രദമായിരിക്കും. നമുക്കൊന്ന് എഴുതാം. ഇനി നമുക്ക് ഈ കോഡ് എങ്ങനെ വന്നു എന്ന് നോക്കുക. കൈറ്റിൻ്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൈറ്റിൽ 4 അക്ഷരമേ ഉള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന കോഡുകളെല്ലാം 8 അക്ഷര കോഡാണ്. അതായത് ഇതിലെ ഒരക്ഷരത്തിന് പകരം 2 അക്ഷരമാണ് കോഡിൽ വരുന്നത്. ഇനി ആ 2 അക്ഷരങ്ങൾ എങ്ങനെ വരുന്നു എന്ന് നോക്കുക. പ്രോഗ്രസിൻ്റെ കോഡ് നോക്കുക. പ്രോഗ്രസ്സിന് 8 അക്ഷരമാണുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന കോഡ് 16 അക്ഷരങ്ങളുള്ളതാണ്. ആദ്യത്തെ പിയുടെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് Oയും Q ആണ്. ഒരക്ഷരത്തിന് 2 അക്ഷരം വെച്ച് OQ ആണ്. ഈ പിയും OQവും തമ്മിലുള്ള ബന്ധം നോക്കിയേ. പിയുടെ ഇരുപുറവുമായി കിടക്കുന്ന അക്ഷരങ്ങളാണ് Oയും Qവും. അപ്പോൾ അടുത്തത് നോക്കുക. 6ൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് QS ആണ്. നോക്കുക 6ൻ്റെ ഇരുപുറവുമായി കിടക്കുന്ന അക്ഷരങ്ങളാണ് QS. ഇനി O നോക്കുമോ. ഓയുടെ സ്ഥാനത്ത് NP വന്നു. ഓയുടെ ഇരുപുറവുമുള്ള അക്ഷരങ്ങൾ Nഉം Pയും. അപ്പോൾ എങ്ങനെ കോഡ് എഴുതി എന്നുള്ളതിനെ പറ്റിയുള്ള ഐഡിയ നമുക്ക് കിട്ടി. ഓരോ അക്ഷരത്തിനും പകരം അതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലുമുള്ള അക്ഷരങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കൈറ്റിൻ്റെ കോഡ് നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ അക്ഷരം K ആണ്. കെയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടത് കെയുടെ ഇരുപുറമുള്ള അക്ഷരം JL എഴുതി. അടുത്ത ഐക്ക് പകരം ഐയുടെ 2 വശമുള്ള അക്ഷരങ്ങൾ കൊടുക്കണം, Hഉം Jയും. അടുത്തത് T. അപ്പോൾ ടിയുടെ ഇരുപുറമുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? എസും യുവും കൊടുക്കണം. ഇയുടെ 2 വശത്തുമുള്ളത് DUF. അപ്പോൾ JL HJ SUDF ഇതാണ് കോഡ്. JL HJ SUDF. ശരി ഉത്തരം ഓപ്ഷൻ B. അടുത്ത ചോദ്യം. x - 1/x = 3, x ≠ 0 ആയാൽ x⁴ + 1/x⁴ വില എന്ത്? നമുക്കിവിടെ x - 1/x = 3 എന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് x⁴ + 1/x⁴ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇത് 2 സ്റ്റെപ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ഇതിനെ സ്ക്വയർ ചെയ്യുക. അതായത് x - 1/x² കാണുക. x - 1/x² x - 1/xൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ x - 1/x² ആകുമ്പോൾ 3യുടെ സ്ക്വയർ ആവും. ഇതിൻ്റെ ഇടതുവശം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ a - b² ഇക്വേഷൻ ഓർക്കുക. a - b² a² + b² - 2ab ആണെന്ന് ഓർക്കുക. ഇത് ഉപയോഗിച്ച് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. എയുടെ സ്ഥാനത്ത് x² പ്ലസ് ബിയുടെ സ്ഥാനത്ത് 1/x ആണ്. അപ്പോൾ 1/xൻ്റെ സ്ക്വയർ വരും. ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ 1 തന്നെ, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ s². അപ്പോൾ 1/x² എന്ന് വരും. -2 × x × 1/x എന്ന് വരും. = റൈറ്റ് സൈഡ് 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ x² + 1/x². ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം x ഉണ്ട് 1/x ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സും ന്യൂമറേറ്ററിലെ എക്സും ഡിനോമിനേറ്ററിലെ എക്സും ക്യാൻസലാവും. പോയിട്ട് ഇവിടെ 2 മാത്രം വരും. -2 = 9. ഇതിൽ നിന്ന് നമുക്ക് x² + 1/x² വാല്യൂ കാണാം. x² + 1/x² ഈ -2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ +2 ആവും. 9 + 2 = 11 കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ x² + 1/x² സ്ക്വയർ ചെയ്യുന്നു. x² + 1/x² കാണുന്നു. x² + 1/x² വാല്യൂ 11 ആയതുകൊണ്ട്
എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഹോൾ സ്ക്വയർ വരുമ്പോൾ 11ൻ്റെ സ്ക്വയർ വരും. ഇനി വീണ്ടും നമ്മൾ a+b ഹോൾ സ്ക്വയർ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. a+b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² പ്ലസ് b² പ്ലസ് 2ab. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് x² സ്ക്വയർ അതായത് x⁴ വരും പ്ലസ് 1/x² സ്ക്വയർ അതായത് 1/x⁴. ഓർക്കുക ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ 1 തന്നെ, താഴത്തെ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ആണ് s² സ്ക്വയർ. s² സ്ക്വയർ x⁴ പ്ലസ് 2ab 2 ഇൻറ്റു x² ഇൻറ്റു 1/x² ഈക്വൽ ടു 11ൻ്റെ സ്ക്വയർ. 11ൻ്റെ സ്ക്വയർ 121. ഇവിടെയും x² 1/x² ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലെ x² ഡിനോമിനേറ്ററിലെ x² ക്യാൻസൽ ആവും. അപ്പോൾ x⁴ പ്ലസ് 1/x⁴ ഈക്വൽ ടു പ്ലസ് 2 ഈക്വൽ ടു 121 വരും. അഗെയിൻ x⁴ പ്ലസ് 1/x⁴ ഈക്വൽ ടു ഇവിടുത്തെ +2 റൈറ്റ് സൈഡിൽ ചെന്നാൽ മതി. അപ്പോൾ -2 ആവും. 121 - 2 119. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം 119 ശരി ഉത്തരം ഓപ്ഷൻ ഡി. 34 - 20/5 പ്ലസ് 17 - 2 × 3 അധികം 18/9 -3 പ്ലസ് 10 എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ ക്രമത്തിന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സൗകര്യത്തിനായിട്ട് താഴോട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിനെ ഏറ്റവും അകത്തുള്ള ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റാണ്. ഇതിലുള്ളത് വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. അപ്പോൾ ഇതിൽ തന്നെ ഒരു ഗുണനവും ഒരു ഹരണവും ഉണ്ട്. അപ്പോൾ അത് ആദ്യം ചെയ്യണം. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള ഭാഗം ഇങ്ങനെ വരും. 17 - 2 × 3 6 പ്ലസ് 18/9 18നെ 9 കൊണ്ട് ഹരിച്ചാൽ 2 -3. അപ്പോൾ ഇത്രയും ഭാഗം വരും. ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോകാം. 17 - 6 കുറച്ചാൽ 11. ഇതിന് ഇടത്ത് നിന്ന് വലത്തോട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. 17 - 6 കുറച്ചാൽ 11. 11നോട് 2 കൂട്ടിയാൽ 13. 13 - 3 കുറച്ചാൽ 10. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ 10 എന്ന് വരും. ഓർക്കുക 17 - 6 കുറച്ചാൽ 11. 11നോട് 2 കൂട്ടിയാൽ 13. 13 - 3 കുറയ്ക്കുമ്പോൾ 10. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ 10. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വീണ്ടും തുടങ്ങാം. 34 പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഇവിടെ 20/5 ഉണ്ട്. അത് നമുക്ക് ചെയ്യാം. 20നെ 5 കൊണ്ട് ഹരിച്ചാൽ 4 പ്ലസ് ഈ ബ്രാക്കറ്റിനകത്തുള്ളത് മൊത്തം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. 10 എന്ന് കിട്ടി. 10 ഇനി ഞാൻ ബ്രാക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. പ്ലസ് 10 ഇവിടെ 34 മൈനസ് ആണ്. 34 മൈനസ്. അപ്പോൾ 34 മൈനസ് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ളത് കൂട്ടുക. 10 10 24 24. 34 നിന്ന് 24 കുറച്ചാൽ ഉത്തരം 10. ശരി ഉത്തരം ഓപ്ഷൻ എ 10. 86 പ്ലസ് 52 5. 63 പ്ലസ് 72 8 ആയാൽ 83 പ്ലസ് 72 എത്ര? അപ്പോൾ ഇവിടെ 86 പ്ലസ് 52 5 എന്ന് എഴുതിയിട്ടുണ്ട്. 86 52 കൂടെ കൂട്ടിയാൽ 5 കിട്ടില്ല. അപ്പോൾ മറ്റൊരു ക്രിയയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കുക 86 പ്ലസ് 52 5 എന്ന് എഴുതി. ഇതെങ്ങനെ വരുന്നു നോക്കാം. ഇവിടെ ചെയ്തിരിക്കുന്ന ആദ്യം 8 5 കൂടെ കൂട്ടുന്നു. അതുപോലെ 6 2 കൂടെ കൂട്ടുന്നു. 8 5 കൂടെ കൂട്ടിയാൽ 13. 6 2 കൂടെ കൂട്ടിയാൽ 8. ഈ 13 നിന്ന് 8 കുറയ്ക്കുന്നു. 8 കുറച്ചാൽ 5. അതുപോലെ അടുത്ത് നോക്കുക 63 പ്ലസ് 72 8 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇതേ രീതിയിൽ തന്നെ 6 7 കൂടെ കൂട്ടി. 6 7 13. 3 2 കൂടെ കൂട്ടിയാൽ 5. 13 നിന്ന് 5 കുറച്ചാൽ 8. അപ്പോൾ അടുത്തത് 83 പ്ലസ് 72 അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് 8 7 കൂടെ കൂട്ടുന്നു. 8 7 15. 3 2 കൂടെ കൂട്ടിയ 5. 15 നിന്ന് 5 കുറച്ചു. അപ്പോൾ ഉത്തരം 10 എന്ന് കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ബി 10. 16 സെൻറ്റിമീറ്റർ ചുറ്റളവ് ഉള്ള സമചതുരത്തിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര? അപ്പോൾ ഒരു സമചതുരം
ആ സമചതുരത്തിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന ഏറ്റവും വലിയ വൃത്തത്തിൻ്റെ പരപ്പളവായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം വൃത്തത്തിൻ്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം A=πr² ആണ്. ഇവിടെ r വൃത്തത്തിൻ്റെ ആരം അഥവാ റേഡിയസ്. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ ആരം അഥവാ റേഡിയസ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 16 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരമാണെന്നാണ്. സമചതുരത്തിൻ്റെ 4 വശത്തിനും തുല്യ നീളമാണ്. അപ്പോൾ ചുറ്റളവിനെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കിട്ടും. ചുറ്റളവ് 16 ആണ്. 16നെ 4 കൊണ്ട് ഹരിക്കുക. 16നെ 4 കൊണ്ട് ഹരിച്ചാൽ 4, അതായത് ഒരു വശം 4 സെൻറ്റിമീറ്റർ ആണ് ഈ സമചതുരത്തിൻ്റെ. അപ്പോൾ ഈ വശം 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ ഡയമീറ്ററും 4 ആയിരിക്കും. ആർ അഥവാ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതിയാണ്. അതായത് ആരം 2 സെൻറ്റിമീറ്റർ വരും. ഈ വൃത്തത്തിൻ്റെ ആരം 2 സെൻറ്റിമീറ്റർ. അപ്പോൾ വൃത്തത്തിൻ്റെ ആരം കിട്ടി. ഇനി ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. പരപ്പളവ് അഥവാ ഏരിയയ്ക്കുള്ള സൂത്രവാക്യം നേരത്തെ പറഞ്ഞു, πr². അതായത് പൈ ഗുണം ആറിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കാം. 2 സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4, അല്ലെങ്കിൽ 4 പൈ എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ നോക്കുക. ഡെസിമൽ വാല്യൂ ആണ്. അതായത് പൈക്ക് വാല്യൂ കൊടുത്തു 3.14 എന്ന് കൊടുക്കുക. 4 ഗുണം 3.14 എന്ന് കൊടുക്കുക. ഗുണിച്ച് കഴിയുമ്പോൾ 12.56 എന്ന് കിട്ടും. അതായത് 12.56 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ പരപ്പളവ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ഓർക്കുക, സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളവും ഈ വൃത്തത്തിൻ്റെ ഡയമീറ്റർ അഥവാ വ്യാസത്തിൻ്റെ നീളവും തുല്യമായിരിക്കും. ശ്രേണി പൂർത്തിയാക്കുക. BJF DKH FMJ HPL. അപ്പോൾ ഇത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ശ്രേണി ആയതുകൊണ്ട് നമുക്ക് അക്ഷരമാല എന്ന് എഴുതാം. ഇനി നോക്കുക, അതിനകത്ത് ആദ്യത്തെ അക്ഷരങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ ക്രമം നോക്കാം. BD, അടുത്ത FH, BDFH. നോക്കുക, ഒന്നിടവിട്ട അക്ഷരങ്ങളാണ് പോകുന്നത്. അപ്പോൾ അടുത്ത് വേണ്ടത് H കഴിഞ്ഞ് I കഴിഞ്ഞ് J ആണ്. നമുക്ക് J എഴുതി വെക്കാം. ഈ രണ്ടാമത്തെ അക്ഷരങ്ങൾ നോക്കുക, JKMP. ജെയിൽ നിന്ന് കെയിൽ വന്നു, തൊട്ടടുത്ത അക്ഷരം. അത് കഴിഞ്ഞ് M, ഒരക്ഷരം ഇടവിട്ട്, അല്ലെങ്കിൽ കെ കഴിഞ്ഞുള്ള രണ്ടാമത്തെ അക്ഷരത്തിൽ ചെന്നു. M കഴിഞ്ഞ് P, അതായത് M കഴിഞ്ഞ് മൂന്നാമത്തെ അക്ഷരത്തിലാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇടവേള ഇല്ല. ഇവിടെ ഒരക്ഷരം വിട്ടു, ഇവിടെ 2 അക്ഷരം വിട്ടു. അപ്പോൾ ഇനി വേണ്ടത് 3 അക്ഷരം വിട്ടു പോകണം. 3 അക്ഷരം വിട്ട് കഴിഞ്ഞാൽ ടിയിൽ ചെല്ലും. അപ്പോൾ JT ആണ്. ഒരു ഓപ്ഷനേ ഉള്ളൂ, JTN ആയിരിക്കും. നമുക്ക് മൂന്നാമത്തെ അക്ഷരം കൂടെ നോക്കിയേക്കാം. FHJL. F ഒരക്ഷരം വിട്ട് H വന്നു, അവിടുന്ന് വീണ്ടും ഒരക്ഷരം വിട്ട് Jയിൽ വന്നു, ഒരക്ഷരം ഒഴിവാക്കി Lൽ വന്നു. അപ്പോൾ അടുത്ത ഒരക്ഷരം ഒഴിവാക്കി Nൽ ചെല്ലുക. JTN, അതാണ് ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ഡി, JTN. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന ഏത്? n ഒരു എണ്ണൽ സംഖ്യ ആയാൽ n³ - n എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. B, n ഒരു എണ്ണൽ സംഖ്യ ആയാൽ 12n ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. C, n ഒരു ഒറ്റ സംഖ്യ ആയാൽ n² - 1 എന്നതിനെ 8 കൊണ്ട് ഹരിക്കാം. D, ഒരു ഒറ്റ സംഖ്യയുടെ വർഗം 4m + 1 എന്ന രൂപത്തിൽ എഴുതാം. m ഒരു എണ്ണൽ സംഖ്യ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ തന്നിരിക്കുന്ന ഓരോ പ്രസ്താവനയും ശരിയാണോ എന്ന് ഒരു ഉദാഹരണം എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന നോക്കുക. n ഒരു എണ്ണൽ സംഖ്യ ആയാൽ n³ - n എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് n-നൊരു വാല്യൂ ഇട്ട് കൊടുക്കുക. n ഒരു എണ്ണൽ സംഖ്യയാണ്, അതുകൊണ്ട് n-ന് ഇപ്പോൾ നമുക്ക് 2 എന്ന് കൊടുക്കാം.
എന്നിന് 2 എന്ന് കൊടുത്താൽ n ക്യൂബ് മൈനസ് n എത്ര വരും? n ക്യൂബ് മൈനസ് n എന്നുള്ളത് 2ൻ്റെ ക്യൂബ് 8 8 മൈനസ് n 2 6 6നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഈ n 2 എന്നുള്ള വാല്യൂവിന് ശരിയായി. അതുകൊണ്ട് എല്ലാത്തിനും ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേങ്കിൽ നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കി അതിന് ശരിയായതുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കണമല്ലോ, നമുക്ക് എല്ലാ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കി ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അടുത്തതിലേക്ക് നോക്കുക. അടുത്ത നോക്കുക, n ഒരു എണ്ണൽ സംഖ്യ ആയാൽ 12/n ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. കാരണം ഇത്രയേ ഉള്ളൂ. നോക്കുക, 12/n ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. 12/3 എടുക്കുക. അതെങ്ങനെ കാണുന്നത്? 12 ഗുണം 12 ഗുണം 12 ഈ രൂപത്തിലാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ ഈ 2കൾ ഗുണിച്ചുണ്ടാകുന്ന വാല്യൂ ആണ്. 2 ഗുണം 2 ഗുണം 2 അതാണ് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരുന്നത്. അതൊരിക്കലും 0 അല്ലെങ്കിൽ 5 വരില്ല. അപ്പോൾ എന്നിന് ഏത് വാല്യൂ എടുത്താലും 12/n ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 2 ആവർത്തിച്ച് ഗുണിച്ച് വരുന്നതാണ്. 12ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായ 2 ആവർത്തിച്ച് ഗുണിച്ച് കിട്ടുന്നതാണ്. 2 എത്ര ആവർത്തി ഗുണിച്ചാലും അതിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ 5 വരില്ല. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. നമുക്ക് വേണ്ട ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ത്? അപ്പോൾ ഒരു ക്ലോക്ക് നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. അതിലെ മിനിറ്റ് സൂചിക്ക്, ഇപ്പോൾ ഇതാണ് മിനിറ്റ് സൂചി എന്ന് കരുതുക. ഇതിന് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അപ്പോൾ രാവിലെ 6:05 മുതൽ 6:40 വരെ 6:05 മിനിറ്റ് സൂചി 1 നേരെ വരും. 6:40 ആകുമ്പോൾ മിനിറ്റ് സൂചി 8 നേരെയുമായിരിക്കും. 6:05 മുതൽ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ 6:05 മുതൽ 6:40 വരെ അത് ഇത്രയും ഭാഗമായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എത്രയേ ഉള്ളൂ. ആദ്യം ഈ സർക്കിളിൻ്റെ കംപ്ലീറ്റ് ഏരിയ കണ്ടുപിടിക്കും. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്കുള്ള സൂത്രവാക്യം A = πr² ആണ്. ഇതിൽ r ആരമാണെന്ന് ഓർക്കുക. ആരം എന്ന് പറയുന്നത് ഈ സൂചിയുടെ നീളമാണ്. സൂചിയുടെ നീളം 5. അപ്പോൾ r-ന് 5 എന്ന് എടുക്കുക. അപ്പോൾ π ഗുണം 5ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 25 π സെൻറ്റിമീറ്റർ² ആണ് ഈ സർക്കിളിൻ്റെ കംപ്ലീറ്റ് ഏരിയ. ഇത് പക്ഷേ 60 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. 60 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ ആണിത്. ഇവിടെ 6:05 മുതൽ 6:40 വരെ 35 മിനിറ്റേ ഉള്ളൂ. 35 മിനിറ്റേ ഉള്ളൂ 6:05 മുതൽ 6:40 വരെ. അപ്പോൾ 35 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. 60 മിനിറ്റ് കൊണ്ട് ഒരു കംപ്ലീറ്റ് സർക്കിൾ രൂപം കൊള്ളും. അപ്പോൾ അതിൻ്റെ ഏരിയ ആണ് 25 π. നമുക്ക് 35 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അതിനായിട്ട് 25 πയുടെ 60ൽ 35 ഭാഗം കണ്ടാൽ മതി. അതായത് 25 π ഗുണം 60ൽ 35 കാണുക. ഇത് ഡിഗ്രി അളവ് കണ്ടു വേണമെങ്കിലും ചെയ്യാം, സെക്ടറിൻ്റെ ഏരിയ കാണുന്ന രീതിയിൽ. പക്ഷെ അതിൽ എളുപ്പം നമുക്ക് ഈ മിനിറ്റ് വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 60നെയും 35നെയും സിംപ്ലിഫൈ ചെയ്യാം. 5 ഉപയോഗിച്ച് ഹരിക്കാം. അപ്പോൾ ഇവിടെ 7ഉം ഇവിടെ 12ഉം വരും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന ഉത്തരത്തിലൊന്നും പൈ ഇല്ല. അതുകൊണ്ട് പൈക്ക് വാല്യൂ കൊടുക്കണം. പൈക്ക് 22/7 എന്നുള്ള വാല്യൂ കൊടുക്കുക. അതാണ് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം. അപ്പോൾ 25 ഗുണം 22/7 ഗുണം 7/12 എന്ന് വരും. ഇതിലെ 7ഉം 7ഉം ക്യാൻസൽ ചെയ്യാം. 22നെയും 12നെയും 2 ഉപയോഗിച്ച് ഹരിക്കുന്നു. ഇവിടെ 11ഉം ഇവിടെ 6ഉം വരും. അപ്പോൾ 25 ഗുണം 11 275/6 എന്ന് വരും. 275നെ 6 കൊണ്ട് ഹരിക്കുക. 27ൽ 4 തവണ 4 6 24 35 35ൽ 5 തവണ 5 6 30 ശിഷ്ടം 5 ഉണ്ട്. അതുകൊണ്ട് ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഹരണഫലം നോക്കുക 45. ഇനി ശിഷ്ടം 5 ഉണ്ട്, ഹരിച്ചത് 6 കൊണ്ടാണ്. അപ്പോൾ 6ൽ 5 എന്ന് എഴുതാം. 45ഉം 6ൽ 5. ഏരിയ എന്ന് പറയുന്നത് 45ഉം 6ൽ 5 സെൻറ്റിമീറ്റർ² ആണ് ഈ ഭാഗത്തിൻ്റെ ഏരിയ. ശരി ഉത്തരം ഓപ്ഷൻ എ 45ഉം 6ൽ 5 സെൻറ്റിമീറ്റർ².
ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധി എന്നാൽ ചുറ്റളവാണ്, പരപ്പളവ് അഥവാ വിസ്തീർണം, ഇവ തുല്യമായാൽ അതിൻ്റെ വ്യാസം എത്ര? ഇവിടെ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവും പരപ്പളവ് അഥവാ വിസ്തീർണം, ചുറ്റളവും പരപ്പളവും തുല്യമായാൽ അതിൻ്റെ വ്യാസം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ചുറ്റളവ് കാണാനുള്ളതും അതുപോലെ വിസ്തീർണം കാണാനുള്ളതുമായ ഇക്വേഷൻ ഉപയോഗിച്ച് വേണം ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. ഓർക്കുക, വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാൻ ഉള്ള സൂത്രവാക്യം 2πr ആണ്, 2πr. അതുപോലെ പരപ്പളവ് അഥവാ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം πr² ആണ്. ഇത് രണ്ടും തുല്യമാണെന്നാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് 2πr = πr² എന്ന് എടുക്കുക. പൈ രണ്ട് സൈഡിലും ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓർക്കുക, ഈ r² എന്നാൽ r × r ആണ്. അതായത് 2r = r × r. ഒരു r രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പോയിട്ട് r = 2 എന്ന് കിട്ടും. അതായത് വൃത്തത്തിൻ്റെ ആരം 2 സെൻറ്റിമീറ്റർ ആണ്, 2 യൂണിറ്റ് ആണ്. ഇനി ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം. അപ്പോൾ വ്യാസം എത്ര വരും? 2ൻ്റെ ഇരട്ടി 4 യൂണിറ്റ് വരും. വ്യാസം 4 യൂണിറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ സി. 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്ര? അല്ലെങ്കിൽ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 9ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ 100നും 200നും ഇടയ്ക്കുള്ള 9ൻ്റെ ഗുണിതങ്ങളല്ലാത്ത സംഖ്യകളുടെ തുക എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് 100നും 200നും ഇടയ്ക്കുള്ള മുഴുവൻ സംഖ്യകളുടെയും തുക കാണും. അതിൽ നിന്നും 100നും 200നും ഇടയ്ക്കുള്ള 9ൻ്റെ ഗുണിതങ്ങളുടെ തുക കുറയ്ക്കണം. അപ്പോൾ 100നും 200നും ഇടയ്ക്കുള്ള മുഴുവൻ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 101, 102, അങ്ങനെ 100നും 200നും ഇടയ്ക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ 199 വരെയുള്ള സംഖ്യകളായിരിക്കും വരിക. നോക്കുക, ഇത് ഒന്ന് വീതം കൂടിക്കൂടി വരുന്ന ഒരു സംഖ്യാശ്രേണിയാണ്, സമാന്തര പ്രോഗ്രഷനാണ്. അപ്പോൾ സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ പദങ്ങളുടെ തുക കാണാനുള്ള സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാം, ഇതിൻ്റെ തുക കണ്ടുപിടിക്കാം. ഓർക്കുക, സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ പദങ്ങളുടെ തുക കാണാൻ SN = n/2 × T1 + Tn എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കാം. T1 ആദ്യ പദവും Tn അവസാന പദം, n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം. ഓർക്കുക, 101 മുതൽ 199 വരെ എത്ര പദങ്ങളുണ്ട്? 1 മുതൽ 99 വരെ 99 പദങ്ങളാണുള്ളത്. അപ്പോൾ n 99 ആണ്. T1 എന്ന് പറയുന്നത് ഇതിലെ ആദ്യ പദവും Tn ഇത് T1ഉം Tn എന്ന് പറയുന്ന അവസാന പദവും. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ തുക എത്ര കിട്ടും? 99/2 × T1 101 + 199, അല്ലെങ്കിൽ 99/2 ഗുണം ഇത് കൂട്ടിയാൽ 300 എന്ന് കിട്ടും. 300നെ 2 കൊണ്ട് ഹരിച്ചാൽ 150. അപ്പോൾ 99 × 150 എന്ന് വരും. 14,850 എന്ന് കിട്ടും. 14,850. ഇത് 101 മുതൽ 199 വരെയുള്ള മുഴുവൻ സംഖ്യകളുടെയും തുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇതിനിടയ്ക്ക് വരുന്ന 9ൻ്റെ ഗുണിതങ്ങളുടെ തുക കുറയ്ക്കണം. അപ്പോൾ 101ന് ശേഷം വരുന്ന 9ൻ്റെ ആദ്യത്തെ ഗുണിതം ഏതാണ്? 101 9ൻ്റെ ഗുണിതമല്ല. ഓർക്കുക, 9ൻ്റെ ഗുണിതങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിലെ അക്കങ്ങളുടെ തുക 9ൻ്റെ ഗുണിതമായിരിക്കും. അപ്പോൾ 101ലെ അക്കങ്ങളുടെ തുക 2 ആണ്, 9ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് അത് ഈ സംഖ്യ 9ൻ്റെ ഗുണിതമാവില്ല. അപ്പോൾ 101ന് ശേഷം വരുന്ന ആദ്യത്തെ 9ൻ്റെ ഗുണിതം 108 ആണ്, 108. ഇങ്ങനെ വരുന്ന അവസാനത്തെ 9ൻ്റെ ഗുണിതമോ? അവസാനത്തെ 9ൻ്റെ ഗുണിതം 199 9ൻ്റെ ഗുണിതമാണോ? നമുക്ക് കൂട്ടി നോക്കാം. 9 1 10 19. 19 9ൻ്റെ ഗുണിതമല്ലാത്തതുകൊണ്ട് ഇത് 9ൻ്റെ ഗുണിതമല്ല. ഞാൻ അതിൻ്റെ പുറകിലുള്ള എടുക്കുക, 198. 198 നോക്കിക്കഴിഞ്ഞാൽ 9 1 10 8 18. 18 9ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് 198 9ൻ്റെ ഗുണിതമാണ്. അപ്പോൾ ആദ്യ പദവും അവസാന പദവും കിട്ടി. ഓർക്കുക, 9ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് പൊതുവ്യത്യാസം 9 വരുന്നൊരു സമാന്തര പ്രോഗ്രഷനായിരിക്കും ഇത്. ഇനി ഇതിലെ പദങ്ങളുടെ എണ്ണം കാണണം. പദങ്ങളുടെ എണ്ണം കാണാൻ എളുപ്പമാർഗ്ഗമുണ്ട്. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, എന്നിട്ട് അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 കൂട്ടിയാൽ മതി. അതായത് 198ൽ നിന്നും 108 കുറയ്ക്കുക, അതിനെ പൊതുവ്യത്യാസമായ 9 കൊണ്ട് ഹരിക്കുന്നു, ഇതിനോട് 1 കൂട്ടുന്നു.
അപ്പോൾ പദങ്ങളുടെ എണ്ണം കിട്ടും. 198 108 കുറച്ചാൽ 90. 90/9 പ്ലസ് 1 വരും. 90നെ 9 കൊണ്ട് ഹരിച്ചാൽ 10. 10 പ്ലസ് 1 11. അതായത് 11 പദങ്ങളാണുള്ളത്. അപ്പോൾ ഈ 11 പദങ്ങളുടെ തുക വീണ്ടും ഇതേ സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കുക, എന്നിൻ്റെ സ്ഥാനത്ത് 11. 11/2 ഇൻറ്റു ആദ്യ പദം 108 അവസാന പദം 198. 108 പ്ലസ് 198 സമം 11/2 ഇൻറ്റു 306 എന്ന് വരും. 11 ഇൻറ്റു 306നെ 2 കൊണ്ട് ഹരിച്ചാൽ 153. 11 153 കൂടെ ഗുണിക്കാം. 1683 കിട്ടും. അപ്പോൾ 101 മുതൽ 199 വരെയുള്ള സംഖ്യകളുടെ തുക 14850 അതിലെ 9ൻ്റെ ഗുണിതങ്ങളുടെ തുക 1683 അപ്പോൾ 9ൻ്റെ ഗുണിതങ്ങളല്ലാത്ത അല്ലെ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് കിട്ടാനായിട്ട് 14850 നിന്നും 1683 കുറച്ചാൽ മതി. കുറയ്ക്കുന്നു. 13167. 13167 ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ഡി.